So we are starting with revision module 1. ഈ വീക്ക് റിവിഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഓൾഡ് ആൻഡ് ന്യൂ സ്കീം സെപ്പറേറ്റ് ആയിട്ടായിരിക്കും റിവിഷൻ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഏതാണോ സിലബസ് അതനുസരിച്ചുള്ള റിവിഷൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അതേപോലെ മൊഡ്യൂൾ 1 നമ്മൾ നോക്കിയാൽ അറിയാം ഓൾഡ് ആൻഡ് ന്യൂ സ്കീം സിലബസ് സിമിലർ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് മൊഡ്യൂൾ ഞാൻ സിംഗിൾ ആയിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് ആയിട്ടാണ് എടുക്കാൻ പോകുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ ഓൺവേർഡ്സ് അത് ഡിഫറെൻ്റ് ആയതുകൊണ്ട് സെപ്പറേറ്റ് റിവിഷൻ ക്ലാസ്സസ് ആയിരിക്കും ഫോർ ഓൾഡ് സ്കീം ആൻഡ് ന്യൂ സ്കീം സ്റ്റുഡൻസ്. ഓക്കെ, സോ നിങ്ങൾ ഈ സിലബസ് ചെക്ക് ചെയ്താൽ അറിയാം എവറിത്തിങ് ഈസ് സിമിലർ. സോ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്കിപ്പോൾ പോയിന്റ് വൈസ് ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും അതുപോലെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസും ന്യൂമറിക്കൽസ് ചെയ്യാനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസും നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. ഓക്കെ, പോയിന്റ് വൈസ് ഒരു ക്വിക്കായിട്ടുള്ളൊരു റിവിഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക ഈ പോയിൻറ്റ്സൊക്കെ വെച്ചിട്ട്, അതുപോലെ ഫോർമുലാസൊക്കെ. ഓക്കെ, അതാകുമ്പോൾ നിങ്ങൾക്ക് എക്സാം ടൈമിലും റിവിഷൻ സമയത്തും റിവൈസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഈ വീഡിയോ വീണ്ടും ഇരുന്ന് വാച്ച് ചെയ്ത് ടൈം കളയണ്ട. ഓക്കെ, യു ക്യാൻ മേക്ക് നോട്ട് ഓഫ് ഇറ്റ്. സോ ഫസ്റ്റ് പോയിന്റ്, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റാറ്റിക്സ്. ഓക്കെ, 6 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ദറ്റ് ഈസ് ന്യൂട്ടൺസ് ലോ, പാരലോഗ്രാം ലോ, പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സസ്, ഇക്വിലിബ്രിയം ലോ, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ, ലോ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. ഇതിൽ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സസ് ഒത്തിരി തവണ ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, തിയറി പാർട്ടിൽ 3 മാർക്സും 5 മാർക്സ് ആയിട്ട്. സോ അത് നന്നായിട്ട് പഠിച്ചോളാം. അതേപോലെ പാരലോഗ്രാം ലോയിൽ നിന്നും ഇക്വിലിബ്രിയം ലോ, ലാമിസ് തിയറത്തിൽ നിന്നും പ്രോബ്ലംസ് ന്യൂമറിക്കൽസും ചോദിക്കാറുള്ളതാണ്. ഓക്കെ, സോ ബാക്കിയെല്ലാം നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ അഥവാ ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ എഴുതാൻ പാകത്തിന് പഠിച്ചു വെച്ചേക്കാം. സോ നെക്സ്റ്റ് പോയിന്റ് ഇസ് പാരലോഗ്രാം ലോ. ഓക്കെ, സോ പാരലോഗ്രാം ലോ എന്ന് വെച്ചാൽ 2 ഫോഴ്സ് സിസ്റ്റത്തിലാണ് നമ്മൾ പാരലോഗ്രാം ലോ അപ്ലൈ ചെയ്യുന്നത്. അതായത് 2 ഫോഴ്സസേ തന്നിട്ടുള്ളെങ്കിൽ. ഓക്കെ, സോ 2 ഫോഴ്സസ് തന്നിട്ടുണ്ട്, റിസൾട്ടൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറയുകയാണെങ്കിൽ വി ക്യാൻ അപ്ലൈ പാരലോഗ്രാം ലോ. Okay, so if 2 forces acting simultaneously at a point are represented in magnitude and direction by 2 adjacent sides of a parallelogram. പാരലലോഗ്രാമിൻ്റെ 2 അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, അവരുടെ റിസൾട്ടൻ്റ് എന്തായിരിക്കും? ദ റിസൾട്ടൻ്റ് ഓഫ് ദ 2 ഫോഴ്സസ് വിൽ ബി ഗിവൺ ബൈ ദി ഡയറക്ഷൻ ഓഫ് ദി ഡയഗണൽ ഓഫ് ദി പാരലലോഗ്രാം. ഓക്കെ, ഡയഗണൽ എങ്ങോട്ടാണോ അങ്ങോട്ടേക്കായിരിക്കും റിസൾട്ടൻ്റ്. ഓക്കെ, ആൻഡ് ഈ ഡയഗണൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഒരു പാരലലോഗ്രാം എടുത്ത 2 ഡയഗണൽ കാണും. ഓക്കെ, 2 ഡയറക്ഷനിൽ. സോ ദ ഡയഗണൽ വിച്ച് പാസസ് ത്രൂ ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദി 2 സൈഡ്സ്. ഓക്കെ, ഈ 2 ഫോഴ്സിൻ്റെയും പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ കൂടെ പാസ് ചെയ്യുന്ന ഡയഗണലാണ് റിസൾട്ടൻ്റ്. ഓക്കെ, സോ ഇവിടെ പി ക്യൂ 2 ഫോഴ്സസ് തന്നിട്ടുണ്ട്. ദ റിസൾട്ടൻ്റ് ആർ വിൽ പാസ് ത്രൂ ദിസ് ഡയഗണൽ ഓഫ് ദിസ് പാരലലോഗ്രാം. അഗെയിൻ ആറിൻ്റെ റിസൾട്ടൻ്റ്. ഓക്കെ, സോ ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. സോ അതിൻ്റെ ഫോർമുലയാണ് റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2 പി ക്യൂ കോസ് ആൽഫ. ആൻഡ് ആൽഫ എന്ന് വെച്ചാൽ ദ ആംഗിൾ ബിറ്റ്വീൻ ദ 2 ഫോഴ്സസ്. ഓക്കെ, അഗെയിൻ ഡയറക്ഷൻ ചോദിക്കും. റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ ചോദിച്ചാൽ ഡയറക്ഷൻ മീൻസ് ഇതിൻ്റെ ഈ സ്ലോപ്പ് അല്ലെങ്കിൽ ടാൻ തീറ്റ. ഓക്കെ, സോ ഡയറക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ റിസൾട്ടൻറ്റും ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഡയറക്ഷൻ അല്ലേ. സോ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്. ടാൻ തീറ്റ എടുക്കാൻ നേരത്തെ എങ്ങനെ വരും? ഈ ഒരു ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ക്യൂ സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് ആൽഫ. ഓക്കെ, സോ അങ്ങനെയാണ് ഈ ഇക്വേഷൻസ് രണ്ടും വരുന്നത്. അഗെയിൻ ഇതിൽ ഡിഫറെൻറ്റ് കേസസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് വെൻ ആൽഫ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഈ ആംഗിൾ 0 ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ആംഗിൾ 0 ആകുന്ന കേസിൽ ഈ ക്യൂ ആൻഡ് പി ഇത് രണ്ടും സെയിം ലൈനിലായിരിക്കും, സെയിം ഡയറക്ഷനിലും ആയിരിക്കും അല്ലേ. സോ അങ്ങനെ വരാൻ നേരത്ത് നമ്മൾ ഈ ആൽഫയ്ക്ക് വരും 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, സോ കോസ് 0 1 ആണ്. സോ വി ആർ ഗെറ്റിംഗ് ലൈക്ക് ദിസ് റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2 പി ക്യൂ. ഓക്കെ, ഇത് റൂട്ട് ഓഫ് ഇതെങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? പി പ്ലസ് ക്യൂ ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സോ റൂട്ട് ഓഫ് പി പ്ലസ് ക്യൂ ദി ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? പി പ്ലസ് ക്യൂ. സോ രണ്ടും സെയിം ഡയറക്ഷനിലാണ്, സെയിം ലൈനിലാണെങ്കിൽ റിസൾട്ടൻ്റ് ഈസ് ദി സം ഓഫ് ദി ഫോഴ്സസ്. ഓക്കെ, അഗെയിൻ ആംഗിൾ ബിറ്റ്വീൻ ദം 90 ഡിഗ്രി ആണെങ്കിൽ, ഈ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ കോസ് 90. വാട്ട് ഈസ് കോസ് 90? 0. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേം കംപ്ലീറ്റ്ലി പോകും. സോ വാട്ട് യു ആർ ഗെറ്റിംഗ്? ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്
P square plus Q square. Okay. Again, alpha 180 degree ആണെങ്കിൽ ആംഗിൾ 180 ഡിഗ്രി എന്ന് വെച്ചാൽ എന്താ, രണ്ട് ഫോഴ്സസും സെയിം ലൈനിലായിരിക്കും പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കോസ് 180ക്ക് -1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇക്വേഷനിൽ. സോ വി ആർ ഗെറ്റിംഗ് ലൈക്ക് ദിസ്, R is equal to P minus Q. Okay, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ R is equal to P plus Q, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ R is equal to P minus Q. 90 ഡിഗ്രി ആണെങ്കിൽ R is equal to root of P square plus Q square. Okay, again when Q is equal to P, okay, Qയും Pയും ഈക്വൽ ആകുന്ന കേസിൽ നമ്മൾ ഈ ഇക്വേഷനിൽ Qന് പകരം P സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ ഇത് എന്നിട്ട് സോൾവ് ചെയ്ത് വരാൻ നേരത്ത് വി ആർ ഗെറ്റിംഗ് ലൈക്ക് ദിസ് 2P cos alpha by 2. Okay, so 2 into P into cos alpha by 2. Next is principle of superposition. So superposition principle എന്ന് വെച്ചാൽ if there are a number of forces acting, then the combined effect of the force system is the sum of the individual forces. അതിൻ്റെ സം ആയിരിക്കും. ഓക്കെ, ടോട്ടൽ എഫക്റ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദി സം. സോ നെറ്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ സം ഓഫ് ദി ഫോഴ്സസ്. ഓക്കെ, അഗെയിൻ നെക്സ്റ്റ് ഇസ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രിൻസിപ്പിൾ എഴുതുക. ഓക്കെ, ഡ്രോ ദി ഫിഗേഴ്സ്, ഏതെങ്കിലും ഫിഗേഴ്സ് വരയ്ക്കുക. ഓക്കെ, ആൻഡ് ഓൾസോ എക്സ്പ്ലെയിൻ ഹൗ വി ക്യാൻ പ്രൂവ് ദിസ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. അപ്പോൾ ഈ പോയിൻറ്റ്സും എഴുതുക. ഓക്കെ, ഈ 3 പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ എന്താ? സോ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് വെച്ചാൽ എന്തായിരുന്നു? ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ്. ഓക്കെ, ഫോഴ്സിൻ്റെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത്. ട്രാൻസ്മിറ്റിംഗ് ഓഫ് ഫോഴ്സ് എലോങ് ഇറ്റ്സ് ലൈൻ ഓഫ് ആക്ഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ ഓഫ് ആക്ഷൻ ആണെങ്കിൽ ഈ ഫോഴ്സിനെ നമ്മൾ ഇവിടെ നിന്ന് ഈ പോയിന്റ് എ എന്ന് പോയിന്റ് ബിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ എഫക്റ്റിന് ചേഞ്ചസ് ഉണ്ടാകത്തില്ല. ഓക്കെ, സോ വിതൗട്ട് ചേഞ്ചിങ് ദി എഫക്റ്റ് ഓഫ് ഫോഴ്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ബോഡി കൺസിഡർ ചെയ്യുക, റിജിഡ് ബോഡി, ആൻഡ് ഇതിൽ ഫോഴ്സ് എഫ് അപ്ലൈ ചെയ്യുക. എഫിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ആണ് എ ബി. ഓക്കെ, എഗെയിൻ ഈ പോയിന്റ് ബിയിൽ രണ്ട് ഫോഴ്സസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ രണ്ട് ഫോഴ്സസ് അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ഇതിന് എഫക്റ്റ് ഒന്നും മാറുന്നില്ല, കാരണം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, അപ്പോൾ എഫക്റ്റ് ഒന്നും മാറുന്നില്ല. അഗെയിൻ ഈ രണ്ട് ഫോഴ്സസും ഈ എഫും അതേപോലെ ഈ എഫും നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകാം. സോ വാട്ട് ഈസ് റിമൈനിങ് ഇസ് ദിസ് എഫ്. ഓക്കെ, അപ്പോൾ ഈ എഫ് എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ആക്ടിങ് ഓൺ പോയിന്റ് ബി. അപ്പോൾ ഈ ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെ നിന്ന് ഈ പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തു, പക്ഷേ ഒരു അതിന് എഫക്റ്റ് വിതൗട്ട് ഹാവിങ് എനി ചേഞ്ചസ് ഇൻ ഇറ്റ്സ് എഫക്റ്റ്. ക്ലിയർ? ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് ലൈൻ ഓഫ് ആക്ഷനിൽ കൂടെ മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അഗെയിൻ നെക്സ്റ്റ് ഇസ് ലോ ഓഫ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ലാമിസ് തിയറം. ഇപ്പോൾ 3 ഫോഴ്സ് സിസ്റ്റം വരുവാണെങ്കിലാണ് ലാമിസ് തിയറം. 2 ഫോഴ്സ് സിസ്റ്റം ആണെങ്കിൽ പാരലോഗ്രാം ലോ, ആൻഡ് 3 ഫോഴ്സ് സിസ്റ്റം ആണെങ്കിൽ ലാമിസ് തിയറം ആണ് നമ്മൾ അപ്ലൈ ചെയ്യാറ്. ഓക്കെ, സോ ഇത് യൂഷ്വലി ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസിന് നമ്മൾ ലാമിസ് തിയറം അപ്ലൈ ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്യാവുന്നതാണ്. സോ 3 ഫോഴ്സ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ലാമിസ് തിയറം? ഈച്ച് ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദി അതർ 2 ഫോഴ്സസ്. ഓക്കെ, അതായത് F1 എന്ന് വെച്ചാൽ F1 ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ ഓഫ് ദിസ് ആംഗിൾ. ഓക്കെ, ആംഗിൾ ബിറ്റ്വീൻ ദ അതർ 2 ഫോഴ്സ്. സോ F1 divided by sin alpha is equal to F2 divided by sin beta is equal to F3 divided by sin gamma. ഓക്കെ, ഇതിൻ്റെ പ്രൂഫ് ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതായത് ഇത് സെയിം ഫോഴ്സസ്, അതായത് F2 നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു. ഓക്കെ, ആൻഡ് F2 ആൻഡ് F1 മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താ? ഗാമ. ഓക്കെ, സോ ഗാമ. ഓക്കെ, അങ്ങനെ ഓരോ ഫോഴ്സസും ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ സൈൻ റൂൾ അപ്ലൈ ചെയ്യുകയാണ് ഈ ട്രയാങ്കിളിൽ. ഓക്കെ, ആൻഡ് ഫൈനലി വി ആർ പ്രൂവിങ് ഇറ്റ് ദിസ് വേ, പ്രൂവിങ് ദ ലാമിസ് തിയറം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഈസ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ്. അപ്പോൾ ഫോഴ്സ് റിസോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓക്കെ, ഇപ്പം നിങ്ങൾക്കൊരു ഫോഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ, എഫ് എന്നൊരു ഫോഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആംഗിളും തന്നിട്ടുണ്ടെങ്കിൽ ആംഗിളിൻ്റെ സൈഡിലുള്ള ഫോഴ്സ് ദാറ്റ് ഈസ് കോസ് തീറ്റ, എഫ് കോസ് തീറ്റ, ആൻഡ് ബാക്കി അതായത് ഓപ്പോസിറ്റ് സൈഡിൽ എഫ് സൈൻ തീറ്റ. സോ എഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? എഫ് കോസ് തീറ്റ, എഫ് വൈ, എഫ് സൈൻ തീറ്റ.
ഓക്കെ, ഇതെങ്ങനെ കിട്ടിയെന്നുള്ളതിന് നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. സോ ഇത് എഫ് വൈ ആണെങ്കിൽ ഇതും എഫ് വൈ ആണ്, ഇത് എഫ് എക്സ് ആണെങ്കിൽ ഓക്കെ ദിസ് വൺ ഓൾസോ എഫ് എക്സ്. അഗെയിൻ കോസ് തീറ്റ എങ്ങനെ വരും? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു adjacent side by hypotenuse, that is fx by f. Okay, and sin theta is equal to opposite side by, അതായത് fy by f. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ഇങ്ങനെ ഈ റിലേഷൻ കിട്ടുന്നത്. ഓക്കെ, സോ ദിസ് റിലേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. എല്ലാത്തിലും നിങ്ങൾ റിസോൾവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് ടൈം കളയരുത്. ഓക്കെ, ഇത് അതായത് ആംഗിളിൻ്റെ അടുത്താണെങ്കിൽ കോസ് വരും, കോസ് ടേം വരും, ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ സൈൻ ടേം വരും. ഓക്കെ, അഗെയിൻ റിസൾട്ടൻറ്റ് ഫോഴ്സ്. റിസൾട്ടൻറ്റ് ഫോഴ്സിന് നമ്മൾ 3 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്ന് റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും, ഡയറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും, പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. ഓക്കെ, സോ റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? റൂട്ട് ഓഫ് എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ. ഓക്കെ, എഫ് എക്സ് എന്ന് വെച്ചാൽ സിഗ്മ എഫ് എക്സ് എന്ന് വെച്ചാൽ സം ഓഫ് ദി ഫോഴ്സസ് അലോങ് എക്സ് ആക്സിസ് ആൻഡ് എഫ് വൈ എന്ന് വെച്ചാൽ വൈ ആക്സിസ്. ഓക്കെ, ആൻഡ് ഇതാണ് സൈൻ കൺവെൻഷൻ, അതായത് പോസിറ്റീവ് ആക്സിസ്. നമ്മളിപ്പോൾ ഒരു ആക്സിസ് വരയ്ക്കുക, പോസിറ്റീവ് എക്സ് ആക്സിസിൽ പോസിറ്റീവ്. ഓക്കെ, സോ ഇത് രണ്ടും പോസിറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് വൈ ആക്സിസ്, നെഗറ്റീവ് എക്സ് ആക്സിസ്, നെഗറ്റീവ് വൈ ആക്സിസ്. സോ ഈ രീതിയിൽ തന്നെ ആയിരിക്കും ഫോഴ്സിൻ്റെ ഡയറക്ഷനും. ഓക്കെ, ആൻഡ് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എഫ് വൈ ബൈ എഫ് എക്സ്. ഓക്കെ, സോ എഫ് വൈ സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എക്സ്. അപ്പോൾ ഇവിടെ മോഡാണ് എടുക്കേണ്ടത്, അതായത് സൈൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അഗെയിൻ പൊസിഷൻ ഓഫ് ദി റിസൾട്ടൻറ്റ്. പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? മൊമെൻറ്റ് ഡിവൈഡഡ് ബൈ റിസൾട്ടൻറ്റ് ഫോഴ്സ്. ഓക്കെ, നമുക്കറിയാം ഇപ്പോൾ മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു ഫോഴ്സ് സിസ്റ്റത്തിൻ്റെ മൊമെൻറ്റ് എന്ന് വെച്ചാൽ റിസൾട്ടൻറ്റ് ഇൻറ്റു ദ ഡിസ്റ്റൻസ് ഓഫ് റിസൾട്ടൻറ്റ്. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് എന്തായിരിക്കും? എക്സ് വിൽ ബി ഈക്വൽ ടു എം ബൈ ആർ. ഇറ്റ് ഈസ് ടോട്ടൽ മൊമെൻറ്റ് ബൈ റിസൾട്ടൻറ്റ് ഫോഴ്സ്. ക്ലിയർ? സോ ഏത് പോയിൻറ്റിന് അബൌട്ടായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അവിടെ ഉള്ള മൊമെൻറ്റ് കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് ഇസ് ഫ്രീ ബോഡി ഡയഗ്രാം. സോ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓക്കെ, എന്ത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് വെച്ചാൽ ആ ഒരു ഒബ്ജക്റ്റിന് നമ്മൾ സർഫസിൽ നിന്ന്, അതിൻ്റെ കോൺടാക്ട് സർഫസസിൽ നിന്ന് ഫ്രീ ചെയ്തിട്ട് അതിനെ ഐസൊലേറ്റ് ചെയ്ത് ഓക്കെ ഒരു സിംഗിൾ അത് മാത്രമായിട്ട് വരയ്ക്കും. അത് മാത്രമായിട്ട് വരച്ചിട്ട് ഈ കോൺടാക്ട് സർഫസസിന് പകരം എന്ത് മാർക്ക് ചെയ്യും? അവിടെ റിയാക്ഷൻസ് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ അതിനെയാണ് ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സ്കെച്ച് ഓഫ് എ ബോഡി ഷോയിങ് ഓൾ ദി ഫോഴ്സസ്. എല്ലാ ഫോഴ്സും മാർക്ക് ചെയ്യും. ഓക്കെ, സോ സ്കെച്ച് ഓഫ് ബോഡി ഇസ് ഡ്രോൺ അസ്യൂമിങ് ദാറ്റ് ഓൾ സപ്പോർട്ട്സ്, ഓക്കെ സപ്പോർട്ട്സ് അതുപോലെ കോൺടാക്ട് സർഫസസ്, കേബിൾസ് ഇതെല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ട് അതിന് പകരം ഓക്കെ ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ഈ ഒരു മാസിൽ നിന്ന് നമ്മൾ എല്ലാ ഫോഴ്സസും എല്ലാ കോൺടാക്റ്റും റിമൂവ് ചെയ്തിട്ട് അവിടെ ഫോഴ്സസ് ഓക്കെ ഇവിടെ കേബിൾ റിമൂവ് ചെയ്തിട്ട് കേബിളിന് പകരം എന്ത് കൊടുത്തു? ടെൻഷൻ കൊടുത്തു. അഗെയിൻ ഇതിൻ്റെ വെയ്റ്റും ഇവിടെ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇവിടെയും ടെൻഷൻ ആൻഡ് വെയ്റ്റ്. സോ എല്ലാ കോൺടാക്റ്റും സപ്പോർട്ടിങ് കേബിൾസും സർഫസും എല്ലാം റിമൂവ് ചെയ്തു. ഓക്കെ, ആൻഡ് ഓൾ ദി ഫോഴ്സസ് ആർ ഡ്രോൺ ആൻഡ് ലേബിൾഡ്. അഗെയിൻ വെയ്റ്റ് എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? സെൻറ്ററിൽ നിന്നായിരിക്കും, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ആൻഡ് സപ്പോർട്ട് റിയാക്ഷൻസ് ആർ ഡ്രോൺ ആൻഡ് ലേബിൾഡ്. ഓക്കെ, സപ്പോർട്ട് റിയാക്ഷൻസ് വരച്ചു ആൻഡ് ഓൾ റിലവൻറ്റ് ആംഗിൾസും ഡയമെൻഷൻസും കാണിക്കണം. സോ ഇതിപ്പോൾ ഒരു ഫ്രീ ബോഡി ഡയഗ്രാമിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സർഫസ് ഓഫ് കോൺടാക്റ്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ 4 സർഫസ് ഓഫ് കോൺടാക്റ്റ് ഉണ്ട് ബിറ്റ്വീൻ ഈ 2 റോളേഴ്സും അതുപോലെ തന്നെ ഈ സർഫസസുമായിട്ടുള്ള കോൺടാക്ട്സ്. ഈ എല്ലാ കോൺടാക്ട്സിലും റിയാക്ഷൻസ് വെച്ച് റീപ്ലേസ് ചെയ്യുക. ഓക്കെ, സോ R3, R4, R2, R1 ഇങ്ങനെ റീപ്ലേസ് ചെയ്യുക ആൻഡ് വെയ്റ്റും മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഏത് റോളറാണ് നമ്മൾ ഫസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റാണ് ഫസ്റ്റ് കൺസിഡർ ചെയ്യുക എന്ന് എങ്ങനെയാണ് അറിയുന്നത്? ഏറ്റവും മിനിമം അൺനോൺ ഫോഴ്സസ് ഉള്ള ഓക്കെ ഏറ്റവും മിനിമം അൺനോൺ ഫോഴ്സ്, അതായത് നമുക്ക് അറിയുന്നത് ഏറ്റവും കുറവായിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഏതൊക്കെ വാല്യൂസാണ് നമുക്ക് അറിയാത്തതെന്ന് നോക്കുക. ഏതൊക്കെ വാല്യൂസാണ് നമുക്ക് അറിയാത്തത്, അപ്പോൾ അത് മിനിമം ആണെങ്കിൽ ഓക്കെ വി ക്യാൻ കൺസിഡർ ദാറ്റ് റോളർ. അപ്പോൾ ഏതിലാണ് മിനിമം നമ്പർ ഉള്ളത്? മിനിമം നമ്പർ ഓഫ് അൺനോൺ. ഓക്കെ, അറിയാത്തത് കുറവുള്ളത് ഏതാണ് അത് ഫസ്റ്റ് കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിലിബ്രിയം. സോ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിലിബ്രിയം ഓക്കെ ഇക്വിലിബ്രിയം ലോ അല്ല, ഇത് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ആണ് ഈ പറയുന്നത്. ഓക്കെ, സോ ഇക്വിലിബ്രിയം കണ്ടീഷൻ ചോദിക്കാൻ നേരത്ത് നമുക്കറിയാം ജനറൽ കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താ? സിഗ്മ എഫ് ഈസ് ഈക്വൽ ടു 0, സിഗ്മ എം ഈസ് ഈക്വൽ ടു 0. അതായത് എല്ലാ ഫോഴ്സും എല്ലാ മൊമെൻറ്റും
എന്തിന് ഈക്വൽ ആണ്? സീറോയ്ക്ക് ഈക്വൽ ആണ്. ഓക്കെ, സോ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ എ സ്റ്റേഷനറി ബോഡി ഈസ് സബ്ജക്റ്റഡ് ടു കോപ്ലനാർ ഫോഴ്സസ്, ഓക്കെ, കോപ്ലനാർ എന്ന് വെച്ചാൽ ആക്ടിങ് ഓൺ ദി സെയിം പ്ലെയിൻ, ഓക്കെ, then algebraic sum of all external forces is 0 and algebraic sum of all moments is equal to 0. Again, concurrent ഫോഴ്സ് സിസ്റ്റം ആണെങ്കിൽ, കൺകറൻറ്റ് എന്ന് വെച്ചാൽ എല്ലാം ഒരു സെയിം പോയിന്റിൽ മീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ലൈൻ ഓഫ് ആക്ഷൻ സെയിം പോയിന്റിൽ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള സിസ്റ്റത്തിൽ നമുക്കറിയാം ഈ സിഗ്മ എം മൊമെൻറ്റ് അല്ലേ, ഒരു പോയിന്റിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് 0 ആയിരിക്കും. സോ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ടേം, സോ ബാക്കി എന്തായിരിക്കും ഉണ്ടാകുന്നത്? സിഗ്മ എഫ് ഈസ് ഈക്വൽ ടു 0 എന്നായിരിക്കും. ഓക്കെ, അതായത് സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈയും 0 എന്ന്. ഓക്കെ, അപ്പം ഇങ്ങനെ രണ്ട് കണ്ടീഷൻസ് ആയിരിക്കും കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റത്തിലുള്ളത്. ഇനി നോൺ കൺകറൻറ്റ് സിസ്റ്റം ആണെങ്കിൽ നോൺ കൺകറൻറ്റ് സിസ്റ്റത്തിൽ സിഗ്മ എഫ് എക്സ് 0, സിഗ്മ എഫ് വൈ 0 ആൻഡ് സിഗ്മ എം ഇസ് ഈക്വൽ ടു 0. ഓക്കെ, 3 കണ്ടീഷൻസും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഈസ് മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ്. നിങ്ങൾക്കറിയാം മൊമെൻറ്റ് എന്തായിരുന്നു? ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഫോഴ്സ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, സോ മൊമെൻറ്റ് എന്ന് വെച്ചാൽ എന്താ? ദ എബിലിറ്റി, ദ ടെൻഡൻസി ഓഫ് എ ഫോഴ്സ് ടു പ്രൊഡ്യൂസ് റൊട്ടേഷൻ. ഓക്കെ, റൊട്ടേഷൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസിയാണ് മൊമെൻ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഇൻ ടു ആം ഓഫ് ഫോഴ്സ്. ആം എന്ന് വെച്ചാൽ എന്താ? ദ ഡിസ്റ്റൻസ്, ഓക്കെ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ മൊമെൻറ്റ് ആം ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദി ലൈൻ ഓഫ് ആക്ഷൻ. അഗെയിൻ മൊമെൻറ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ എന്താ? പോയിന്റ് അബൌട്ട് വിച്ച്, ഓക്കെ, ഏത് പോയിന്റിന് അബൌട്ട് ആയിട്ടാണ് നമ്മൾ മൊമെൻറ്റ് എടുക്കുന്നത് ആ പോയിന്റിനെയാണ് മൊമെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ആക്സിസ് എന്ന് വെച്ചാൽ ഏത് പ്ലെയിൻ, ഏത് ആക്സിസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ അതാണ് ആക്സിസ് ഓഫ് മൊമെൻറ്റ്. അഗെയിൻ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ. സോ ന്യൂട്ടൺ മീറ്റർ ആണ് മൊമെൻറ്റിൻ്റെ യൂണിറ്റ്. അഗെയിൻ ഓക്കെ, ഈ ഒരു ഫിഗറിൽ നമുക്ക് മൊമെൻറ്റ് രണ്ട് രീതിയിൽ എടുക്കാം. ഒന്നെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഈ ഫോഴ്സിനെ നമുക്ക് റിസോൾവ് ചെയ്യാം. റിസോൾവ് ചെയ്തിട്ട് ആ റിസോൾവ് ചെയ്ത ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം. ദറ്റ് ഈസ് എഫ് എം ഒ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ദിസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ എഫ് സൈൻ തീറ്റ ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ്. ഓക്കെ, ക്ലിയർ അല്ലേ? അഗെയിൻ മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ് നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ഡയറക്ഷൻ വെച്ചിട്ട് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഒരു ബാറോ അല്ലെങ്കിൽ എലമെൻ്റ് എടുത്തിട്ട് ഫോഴ്സ് നമ്മൾ ഒരു എൻഡിൽ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, സോ ഈ ഒരു ബാർ എങ്ങോട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്താൽ ഇത് ഇങ്ങോട്ടേക്കായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ റൊട്ടേഷൻ എങ്ങനെയാണ്? ഇങ്ങനെ, ദറ്റ് ഈസ് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. ഓക്കെ, സോ ക്ലോക്ക് വൈസ് മൊമെൻ്റ് എന്ന് പറയും. ക്ലിയർ? അഗെയിൻ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു എലമെൻ്റ് എടുത്തിട്ട് ഓപ്പോസിറ്റ് ഇങ്ങനെയാണ് ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ ദിസ് ബാർ വിൽ മൂവ് ഇൻ ദിസ് ഡയറക്ഷൻ. ഈ ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇങ്ങനെ റൊട്ടേറ്റിംഗ്. സോ ഇങ്ങനെ റൊട്ടേഷൻ എന്താ? ആൻറ്റി ക്ലോക്ക് വൈസ്, ദാറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. ഓക്കെ, സോ പോസിറ്റീവ് ക്ലോക്ക് വൈസ് മൊമെൻറ്റും നെഗറ്റീവായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റും എടുക്കും. അഗെയിൻ വാരിഗ്നോൺസ് തിയറം ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, സെപ്പറേറ്റ് വീഡിയോ ലെക്ചേഴ്സും ഉണ്ട്. അതായത് മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ് എന്ന് വെച്ചാൽ സം ഓഫ് ദി, ഓക്കെ, ടോട്ടൽ മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താ? സം ഓഫ് ഇറ്റ്സ് കമ്പോണൻറ്റ്, അതിൻ്റെ കമ്പോണൻറ്റ് മൊമെൻറ്റ്സിൻ്റെ സം ആയിരിക്കും. അതായത് F1 F2 കമ്പോണൻസ് ആണെങ്കിൽ മൊമെൻറ്റ് എന്തായിരിക്കും? ടോട്ടൽ മൊമെൻറ്റ് F ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു F1 D1 പ്ലസ് F2 D2. ഓക്കെ, സോ ഇതിൻ്റെ പ്രൂഫാണ് ഒരു ഫോഴ്സ് ഉണ്ട് F, ഓക്കെ, ആംഗിൾ തീറ്റ, ആൻഡ് അതിൻ്റെ കമ്പോണൻസ് ആണ് F1 ആൻഡ് F2 വിത്ത് ആംഗിൾ θ1 ആൻഡ് θ2 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, സോ എല്ലാ പോയിൻറ്റ്സിൽ നിന്നും നമ്മൾ പെർപെൻഡിക്കുലാർസ് താഴേക്ക് വരക്കുക. ഓക്കെ, ആൻഡ് ഡിനോട്ടേറ്റ് ഇങ്ങനെ നോട്ടേഷൻസ് കൊടുക്കുക. ഓക്കെ, ദെൻ എ ഇ, ഇതിൽ നമുക്ക് എ ഇ എന്താണെന്നറിയാം. എ ഇ ഈസ് ഈക്വൽ ടു എ ജി പ്ലസ് ജി ഇ. ഓക്കെ, എ ജി പ്ലസ് ജി ഇ. അഗെയിൻ ഈ ജി ഇ ആൻഡ് ബി എച്ച് സെയിം ആണ് അല്ലേ? അഗെയിൻ ഈ ഒരു F1 F2 നമുക്ക് ഇത് കംപ്ലീറ്റ്ലി ഒരു പാരലലോഗ്രാമായിട്ട് കൺസിഡർ ചെയ്യാമല്ലോ. ഓക്കെ, സോ അങ്ങനെ പാരലലോഗ്രാമായിട്ട് കൺസിഡർ ചെയ്താൽ ഈ F2 ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദിസ്. സോ ബി എച്ച് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈ ആംഗിളും സെയിം ആണ്. സോ ബി എച്ച് ഇസ് ഈക്വൽ ടു ബി ഡി കോസ് θ2. ഓക്കെ, ബി ഡി ഇൻറ്റു കോസ് θ2 അല്ലെങ്കിൽ F2 ഇൻറ്റു കോസ് θ2. സോ ഫൈനലി നമ്മൾ എ ഇ എന്തായിട്ട് എഴുതാം? എ ഇ ഇസ് ഈക്വൽ ടു എഫ് കോസ് θ2 ആൻഡ് എ ജി എന്ന് പറയുമ്പോൾ F1 കോസ് θ1 ആൻഡ് ബി ഡി കോസ് θ2, ബി ഡി കോസ് θ2, F2 കോസ് θ2 എന്നും എഴുതാം.
ഓക്കെ, എഗെയിൻ ഇതിനെ നമ്മൾ OA വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഈ പോയിന്റ് ആണ് O. സോ OA വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്ത് OA ഇങ്ങനെ വരും. ഓക്കെ, എഗെയിൻ ഈ പോയിന്റ് Oയിൽ നിന്ന് എല്ലാ ഫോഴ്സസിലേക്കും പെർപെൻഡിക്കുലാർസ് വരയ്ക്കുക, പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസസ്. ഓക്കെ, സോ പെർപെൻഡിക്കുലാർസ് വരയ്ക്കുക ആൻഡ് ഈ ആംഗിൾ സെയിം ആയിരിക്കും. ഓക്കെ, സോ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ വി നോ ദിസ് ആംഗിൾ വിൽ ബി 90 മൈനസ് θ2. സോ ഇത് θ2 ആണെങ്കിൽ ഇത് 90 മൈനസ് θ2. ദിസ് ആംഗിൾ ഇസ് 90. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? θ2. ഓക്കെ, അപ്പോൾ അതേപോലെ D2 D1 D എന്ന് വരച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് OA ഇൻറ്റു കോസ് തീറ്റ? OA ഇൻറ്റു കോസ് തീറ്റ എന്ന് വെച്ചാൽ D ആണ്. ഓക്കെ, അതേപോലെ OA ഇൻറ്റു കോസ് θ1 എന്ന് പറയുമ്പോൾ D1, OA ഇൻറ്റു കോസ് θ2 എന്ന് പറയുമ്പോൾ D2. ഓക്കെ, സോ ഫൈനലി വി ക്യാൻ ഗെറ്റ് ദി ഇക്വേഷൻ ലൈക്ക് ദിസ്. നെക്സ്റ്റ് ഇസ് കപ്പിൾ. സോ കപ്പിൾ എന്ന് പറയുമ്പോൾ രണ്ട് ഫോഴ്സസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്, ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആൻഡ് പാരലൽ. ഓക്കെ, സോ 3 കണ്ടീഷൻസ് ആണുള്ളത്. വൺ ഇസ് ഈക്വൽ ആയിരിക്കണം, പാരലൽ ആയിരിക്കണം, ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് ഒരു കപ്പിൾ ഫോം ചെയ്യും. സോ ആ പ്ലെയിനെ പറയുന്നതാണ് പ്ലെയിൻ ഓഫ് കപ്പിൾ. ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈ രണ്ട് ഡിസ്റ്റൻസ് കപ്പിൾ, ഈ രണ്ട് ഫോഴ്സിൻ്റെയും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ പറയുന്നതാണ് ആം ഓഫ് കപ്പിൾ. ഓക്കെ, ആൻഡ് ഈ കപ്പിളിൻ്റെ മൊമെൻറ്റ് എന്തായിരിക്കും? വൺ ഓഫ് ദി ഫോഴ്സ് ഇൻ ടു ഡിസ്റ്റൻസ്. ഓക്കെ, അല്ലെങ്കിൽ ആം ഓഫ് ദി കപ്പിൾ. അഗെയിൻ പ്രോപ്പർട്ടീസ് പറയാൻ നേരത്ത് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ സം ഓഫ് ദി ഫോഴ്സസ്, റിസൾട്ടൻ്റ് 0 ആണ് അല്ലേ? കാരണം ഇങ്ങനെ ഒരു ഫോഴ്സ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ്, രണ്ടും കൂടെ ആഡ് ചെയ്യാൻ നേരത്തെ എന്താവും? രണ്ടിൻ്റെ സം എന്തായിരിക്കും? 0 ആയിരിക്കും. അഗെയിൻ മൊമെൻറ്റ് ഓഫ് എ കപ്പിൾ അബൌട്ട് എനി പോയിന്റ് ഇസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അതായത് ഈ ഒരു ഡിസ്റ്റൻസിനെ നോക്കുന്നേ ഇല്ല. മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എനി വൺ ഫോഴ്സ് ഇൻ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് ഫോഴ്സ്. അതല്ലാതെ വേറെ ഒരു പോയിന്റോ അല്ലെങ്കിൽ വേറെ ഒരു നമ്മൾ ഏത് പോയിന്റാണോ എടുക്കുന്നത് ആ പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതേ ഇല്ല, ആ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതേ ഇല്ല. ഓക്കെ, ഈ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഓൺലി ഡിപ്പെൻഡഡ് ഓൺ ദിസ് D. Okay, it is independent of x. Again, the action of a couple on a body does not change if magnitude of the forces and arms are changed in such a way that moment remain unchanged. ഓക്കെ, ഇപ്പം നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാറ്റി എന്ന് വിചാരിച്ചു, ഈ എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറ്റി, അതേപോലെ ഡിയുടെ മാഗ്നിറ്റ്യൂഡ് മാറ്റി. ഓക്കെ, ഇപ്പോൾ ഈ മൊമെൻറ്റ് സെയിം ആണെങ്കിൽ അതിന് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഓക്കെ, മൊമെൻറ്റ് 10 ആണെന്ന് വിചാരിച്ചു, അതായത് 2 ഫോഴ്സും ഫോഴ്സും 2 യൂണിറ്റ്സും ഡിസ്റ്റൻസ് 5 യൂണിറ്റ്സും ചെയ്യുമ്പോൾ 10 കിട്ടും. ഓക്കെ, സിമിലർലി നമുക്ക് ഈ സെയിം മൊമെൻറ്റ്, ഈ സെയിം കപ്പിളിനെ നമ്മൾ 5 ഫോഴ്സും 2 ഡിസ്റ്റൻസും കൊടുത്താലും എത്ര തന്നെ കിട്ടും? 10 കിലോന്യൂട്ടൺ മീറ്റർ കിട്ടും, 10 കിട്ടും മൊമെൻറ്റ്. സോ മൊമെൻറ്റ് അങ്ങനെ സെയിം ആക്കി വെച്ചുകൊണ്ട് നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഓക്കെ, അത് ഈ കപ്പിളിനെ എഫക്റ്റ് ചെയ്യത്തില്ല. അഗെയിൻ സെവറൽ കപ്പിൾസിനെ നമുക്കൊരു സിംഗിൾ കപ്പിളായിട്ട് കൺവേർട്ട് ചെയ്യാം ബൈ ടേക്കിംഗ് ദി ഓൾജിബ്രിക് സം ഓഫ് ദി മൊമെൻറ്റ്സ് ഓഫ് ദി കപ്പിൾ. അഗെയിൻ ഒരു ഫോഴ്സിനെ എങ്ങനെ റിസോൾവ് ചെയ്യാം? ഓക്കെ, സോ സൊല്യൂഷൻ ഓഫ് എ ഫോഴ്സ് ഇൻറ്റു എ ഫോഴ്സ് ആൻഡ് കപ്പിൾ. ഓക്കെ, സോ ഒരു ഫോഴ്സിന്, അതായത് നമ്മൾ ട്രാൻസ്മിസിബിലിറ്റി ലോ പഠിച്ച പോലെ തന്നെ, ഓക്കെ, അങ്ങനത്തെ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഇപ്പോൾ ഇതൊരു കപ്പിൾ ഇങ്ങനെ, ഓക്കെ, ഈ ഒരു പോയിന്റിൽ എയിൽ സപ്പോസ് ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഫോഴ്സ് തന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് മാറി നമ്മൾ ഒരു ഫോഴ്സ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് കൂടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ചേഞ്ചസ് ഒന്നും ഇല്ലല്ലോ. അതായത് ഇവിടെ ഇങ്ങനെ മാറിയിട്ട് നമ്മൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് കൊടുത്തു, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ല. അഗെയിൻ ഈ ഫോഴ്സും അതുപോലെ ഈ ഫോഴ്സും നമുക്കൊരു കപ്പിളായിട്ട് എടുക്കാമല്ലോ. ഓക്കെ, സോ ദിസ് വിൽ ഫോം എ കപ്പിൾ. ആ കപ്പിൾ എന്തായിരിക്കും? എഫ് ഇൻറ്റു ഡി. ഓക്കെ, സോ എഫ് ഇൻറ്റു ഡി എന്നൊരു കപ്പിളും ഫോം ചെയ്തു. ആൻഡ് വാട്ട് ഈസ് റിമൈനിങ്? ഓക്കെ, ഇവിടെ റിമെയിൻ ചെയ്യുന്നത് എന്തോ ഈ ഒരു എഫ് ആണ്. ഓക്കെ, സോ ഈ എഫ്. സോ നമുക്ക് എന്താക്കാം? ഒരു ഫോഴ്സ് തന്നു കഴിഞ്ഞാൽ ആ ഫോഴ്സിനെ ഒരു കപ്പിളും ആക്കാം, അതുപോലെ വേറൊരു ഫോഴ്സും ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ റിസോൾവ് ചെയ്യാൻ പറ്റും. സോ കൺസിഡർ അനദർ പോയിന്റ് ബി. അവിടെ ഒരു ഫോഴ്സ്, ഓക്കെ, ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെ അറ്റ് എ ഡിസ്റ്റൻസ് ഡി. അഗെയിൻ ഇൻട്രൊഡ്യൂസ് 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്ലി ഡയറക്റ്റഡ് ഫോഴ്സസ്. ഈക്വൽ ആയിരിക്കണം മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ആൻഡ് അപ്പോൾ അവിടെ ചേഞ്ചസ് ഒന്നും വരത്തില്ല. അഗെയിൻ force at A and oppositely directed force, they constitute a couple. Okay, and other remaining is another force. Okay, so clear alle? ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ നോക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, എല്ലാ ഫോർമുലേസും പഠിക്കുക. കീപ് എ നോട്ട് ഓഫ് ദിസ്.
സോ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ അതായത് ഇതാണ് പ്രോബ്ലംസ് ചോദിക്കാവുന്ന പോർഷൻസ് ഇതാണ്. ഈ എല്ലാ പോർഷൻസിൽ നിന്നും പ്രാക്ടീസ് പ്രോബ്ലംസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഡേ റിവിഷൻ്റെ ഡേ 2 മൊഡ്യൂൾ 2 റിവൈസ് ചെയ്യും ഇതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് വെച്ചിട്ട്. സോ അതിന് ഓൾഡ് ആൻഡ് ന്യൂ